ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനവുമൊക്കെയായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ 2018 സർക്കാരിനൊപ്പം നിൽക്കാനാണ് അന്നത്തെ പ്രതിപക്ഷം ശ്രമിച്ചത് എന്നും ഇപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നുമാണ് മന്ത്രി PC വിശ്വനാഥ് പറയുന്നത്. KU ജനീഷ് കുമാറിന്റെ ആരോപണം ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് PC വിശ്വനാഥ് സംസാരിച്ചത്. സാധാരണമായ സാഹചര്യം, അസാധാരണമായ മഴ ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട പോരായ്മകൾ ഉണ്ടാകും. അതെല്ലാ കാലത്തും മലയാളി ഒരുമിച്ച് നിന്നാണ്, രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്നാണ് അത് പരിഹരിച്ചിട്ടുള്ളത്. നിങ്ങൾ പത്രപ്രവർത്തകരല്ലേ? രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും 2018 അന്നത്തെ പ്രതിപക്ഷം ഗവൺമെന്റിനെതിരെ വിമർശനമായി വന്നിട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഇതിനേക്കാൾ കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ പറഞ്ഞു ഇവർക്കും ഞങ്ങൾ ഈ ഗവൺമെന്റ് വിമർശനാതീതരൊന്നുമല്ല. പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ട് ഞങ്ങൾ അതിനെ പരിശോധിക്കത്തുള്ളൂ, പരിഗണിക്കുന്നുള്ളൂ. പക്ഷേ ഈ നിമിഷം, ഈ ദിവസം, രണ്ടാം ദിവസം തന്നെ ഇത് വേണ്ടിയിരുന്നോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ട ഔചിത്യത്തിന്റെ ഒരു കാര്യം. യെസ്, MS അനീഷ് കുമാറാണ്. അനീഷ്, ഈ അപ്രതീക്ഷിതമായ ഒരു മഴ എന്ന് തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ വളരെ പെട്ടെന്ന് വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാലും മഴക്കാലമാണ്, മുന്നൊരുക്കങ്ങൾ വേണ്ട സമയമാണ്. അവിടെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ടത്ര സജ്ജീകരണങ്ങളില്ല എന്ന ആരോപണം പ്രതിപക്ഷത്ത് നിന്ന് ഉയർന്നത്. അതിനെ ഏത് തരത്തിലാണ് ഭരണപക്ഷം ഇപ്പോൾ പ്രതിരോധിക്കുന്നത്? അഭിലാഷ, 2-3 തരത്തിലാണ് വിമർശനങ്ങൾ വരുന്നത്. ഒന്ന്, കൃത്യസമയത്ത് അലർട്ടുകൾ നൽകാതെ അപ്രതീക്ഷിതമായി മഴ എത്തുകയായിരുന്നു. 2, ഇതുമായി ബന്ധപ്പെട്ട് മഴക്കാല വരുന്നതിന് മുമ്പുള്ള ചില മുന്നൊരുക്കങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. അത്തരം കാര്യങ്ങളും വീഴ്ച പറ്റി. 3, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത്. ഇതിൽ ആണ് കൃത്യമായ വിശദീകരണം PC വിശ്വനാഥ് നൽകിയിരിക്കുന്നത്. 2018 മഹാപ്രളയകാലത്ത് ഇതിലും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. അന്ന് സർക്കാർ ഒപ്പം നിൽക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അധികാരമേറ്റ് ഏതാനും മാസങ്ങൾ മാത്രം കഴിഞ്ഞ ഒരു സർക്കാരിനെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാനാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്നാണ് PC വിശ്വനാഥ് പറയുന്നത്. ഒപ്പം കഴിഞ്ഞ സർക്കാർ 2018 മഹാപ്രളയത്തിന് ശേഷവും പ്രളയം തടയാൻ ഒന്നും ചെയ്തില്ല. ചില പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും അവയൊന്നും ഫലപ്രദമാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ പ്രളയമുണ്ടായി 2ാം ദിവസം തന്നെ വിമർശനം നടത്തുന്നു എന്നതാണ് അദ്ദേഹം ഏറ്റവും പ്രധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ വിമർശനത്തിന് അതീതരല്ല. പക്ഷേ ഇത്തരമൊരു മഹാപ്രളയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ 2ാം ദിവസം തന്നെ വിമർശനം വേണോ എന്ന കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒപ്പം കോന്നി MLA KU ജനീഷ് കുമാർ മന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഫലപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ല, പുനരധിവാസ ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ അദ്ദേഹം തള്ളുകയാണ്. ജനീഷ് കുമാറിനെതിരെ ഒന്നിച്ച് ചേർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. ജനീഷ് കുമാറിനെ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും അതിന്റെ ചിത്രങ്ങളും മന്ത്രി പുറത്തുവിട്ടിട്ടുണ്ട്. വളരെ വൃത്തികെട്ട ഒരു രാഷ്ട്രീയമാണ് ഇപ്പോൾ പ്രതിപക്ഷം കളിക്കുന്നത്. മനസാക്ഷിയുള്ള ആളുകൾ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമോ? ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അല്പം മനുഷ്യത്വം കാട്ടണമെന്നും PC വിശ്വനാഥ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അഭിലാഷ്. യെസ്, പ്രളയകാലത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അപ്പോഴും ഈ സൂചിപ്പിക്കുന്ന പോലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യണം. എന്നാൽ അത് ബോധപൂർവമാകരുത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ KU ജനീഷ് കുമാറിന്റെ ആരോപണം തള്ളിക്കളയുന്നു എന്ന് മാത്രമല്ല, താൻ ജനീഷ് കുമാറിനെ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിച്ചത്. അതിന്റെ ചിത്രങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് PC വിശ്വനാഥിന്റെ വാർത്താ സമ്മേളനം നടന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.